ഹലോ ഗൈസ്, ഞാൻ അൽജോ സഞ്ജയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഓൺലൈൻ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും എവിടെ നോക്കിക്കഴിഞ്ഞാലും ആളുകൾ ഒരു പുതിയ ഗെയിം കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം പല ആളുകളോട് ഇത് എന്താണ് സംഭവം എന്ന് എല്ലാവരെയും പോലെ ഞാനും അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത് ഹാംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറയുന്ന ഒരു പുതിയ ക്രിപ്റ്റോ കറൻസി ലോകത്ത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഗെയിമാണ്. ടെലഗ്രാം ബേസ്ഡ് ആയിട്ട് നമുക്ക് ഈ ഒരു ഗെയിം കളിക്കുകയും അതിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ആവുന്ന കോയിൻസ് യൂസ് ചെയ്തുകൊണ്ട് നാളെ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ കോയിൻ നാളെ ലിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ടോൺ എന്ന് പറയുന്ന ഒരു വാലറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ടോൺ എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചിൽ ഇത് ലിസ്റ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. സോ ഇത് ആ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കോയിൻ ബേസ്ഡ് ആയിട്ടുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ക്രിപ്റ്റോ കറൻസി നമുക്ക് കിട്ടുമെന്നും അതിൻ്റെ ഒരു വില ഉണ്ടാകുമെന്നും അത് നമുക്ക് വിറ്റാൽ അന്നേരം ആ സമയത്ത് നമുക്ക് സെല്ല് ചെയ്യാനോ ബൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആകുമെന്നും നമുക്കത് വിറ്റ് കാശ് ആക്കാമെന്നുള്ളതുമൊക്കെയാണ് എനിക്ക് അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ റിസർച്ച് ചെയ്ത സമയത്ത് മനസ്സിലായി. അപ്പോൾ ഇത് എത്രത്തോളം ജെനുവിനാണ്, ഇതുകൊണ്ട് നമുക്ക് കാശ് ഉണ്ടാക്കാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് വീഡിയോയ്ക്കകത്തേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൊണ്ട് നിങ്ങൾ പരിഗണിക്കുക. അതേപോലെ തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അധികം വെച്ച് നീട്ടാൻ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം. ഇതെന്താണെന്ന് മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് ഞാനും ആപ്ലിക്കേഷൻ ആക്ച്വലി ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഇതെന്താണ് സംഭവം എന്നൊന്ന് നോക്കിയ സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിനകത്തൊരു ഗെയിമുണ്ട്. ഈ ഗെയിം കളിക്കുന്നതിലൂടെ നമുക്ക് കുറച്ച് കോയിൻസ് ജനറേറ്റ് ആവുന്നു. ആ ജനറേറ്റ് ആവുന്ന കോയിൻസ് കൊണ്ടുപോയിട്ട് നമുക്ക് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കുറേ ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ലെവൽസ് നമ്മൾ കൂട്ടുവാണെങ്കിൽ ഇതിനകത്ത് കുറേ ലെവൽസ് ഉണ്ട്. ബേസിക് ലെവൽ തൊട്ട് ഗോൾഡ്, ഡയമണ്ട്, പ്ലാറ്റിനം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ലെവൽസ് ഉണ്ട്. സോ ഈ ലെവൽസ് നമ്മൾ ഇമ്പ്രൂവ് ആവുന്നതനുസരിച്ച് നമുക്ക് ജനറേറ്റ് ആവുന്ന കോയിൻസിൻ്റെ എണ്ണം കൂടും. അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ ലെവൽസിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള കുറേ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്, കുറേ ടാസ്കുകളുണ്ട്. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ കോയിൻസ് ജനറേറ്റ് ചെയ്യുകയും അത് വെച്ച് നമുക്ക് ഈ ആക്ച്വൽ ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസി ആയിട്ടുള്ള നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇപ്പം കറൻലി ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഒരിടത്തും ലിസ്റ്റ് ചെയ്തിട്ടില്ല. ടോൺ എന്ന് പറയുന്ന ഒരു വാലറ്റുമായിട്ട് ഇതിപ്പം അവരൊരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ടെന്നും അവരൊരു ടൈംസിൽ എത്തിയിട്ടുണ്ടെന്നും ഇത് ടോണിനകത്ത് ലിസ്റ്റ് ചെയ്യുമെന്നൊക്കെയാണ് ഇപ്പം നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അങ്ങനെ ഇത് ടോണിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ ലോകത്തുള്ള ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഈ ജനറേറ്റ് ചെയ്യുന്ന കോയിൻ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 റുപ്പിയാണ് ഒരു പർട്ടിക്കുലർ കോയിന് വിലയെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 1000 കോയിൻ ഉണ്ടെങ്കിൽ നമുക്ക് 1000 രൂപ നമുക്ക് കിട്ടുമെന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് എല്ലാ മനുഷ്യരും ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു ടോൺ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ടോൺ എന്ന് പറയുന്ന ഒരു വാലറ്റിനെ കുറിച്ച്. അപ്പം ടോൺ എന്ന് പറയുന്ന ആക്ച്വലി അതിൻ്റെ ഫുൾ ഫോം വരുന്നത് തന്നെ ഇത് ഓപ്പൺ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. ഈ വാലറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോയിൻസിനെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഹാംസ്റ്റർ കോയിൻ മാത്രമല്ല ഏതൊരു കോയിനാണെങ്കിലും ഇതിനെ സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി നമുക്കൊരു വാലറ്റ് വേണം. ആ ഒരു വാലറ്റാണ് ഈ പറഞ്ഞ ടോൺ. ഈ ടോണിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡും കുറച്ച് ഡിഫറൻ്റ് ആണ്. ടോണിനകത്തേക്ക് കുറേ സെറ്റ് ഓഫ് വേർഡ്സ് തന്നിട്ട് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്യുന്നത്. അത് നിങ്ങൾ ടോൺ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാം, എന്താണ് ക്രിപ്റ്റോ കറൻസി ലോകത്തെ വാലറ്റ് എന്നുള്ളത്. അപ്പം ഈ വാലറ്റ് നമ്മൾ രസകരമായൊരു കഥ പോലുമുണ്ട്. ബിറ്റ്കോയിൻ്റെ കാലത്ത് ഒരാൾ കുറേ ബിറ്റ്കോയിൻ വാങ്ങി വെച്ചിട്ടൊരു വാലറ്റിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് ആൾ പിന്നെ ഈ കാര്യം മറന്നുപോയി. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം ബിറ്റ്കോയിന് ഭയങ്കരമായ വില കൂടുകയും ആ സമയത്ത് ആൾ ഇത് ഓർത്ത് ഈ പർട്ടിക്കുലർ വാലറ്റ് ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോൾ ആൾ ഇതിൻ്റെ ലോഗിൻ ചെയ്യാനുള്ള ഈ പറഞ്ഞ പർട്ടിക്കുലർ വേർഡ്സിൻ്റെ ആ ഒരു കോമ്പിനേഷൻ മറന്നുപോയി. ആൾക്കൊരു തരത്തിലും ഇതിനകത്തേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകുകയും അത്രയും ഭീമമായ പുള്ളിയുടെ ഉണ്ടായിരുന്ന കോയിൻസിൻ്റെ എണ്ണം എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ കേട്ടിരുന്നത് അതൊരു വലിയ സംഖ്യയാണ്. അങ്ങനെ അത്രയും നമ്പർ ഓഫ് കോയിൻസ് ഇന്നത് വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് പുള്ളിയുടെ ഹോൾഡിംഗ് പുള്ളിയുടെ കയ്യിൽ അത് ആക്സസിബിൾ ആയിരുന്നെങ്കിൽ പുള്ളി അത്രയും വലിയൊരു കോടീശ്വരനായി മാറിയേനെയും. അങ്ങനെ ഉള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ് ഈ ടോൺ എന്ന് പറയുന്ന ഈ വാലറ്റും. അപ്പോൾ നമ്മൾ ഈ ഹാംസ്റ്റർ കോയിൻ നമുക്ക് ജനറേറ്റ് ആവുന്ന ഓരോ കോയിൻസും ഈ ടോണിനകത്താണ് വന്ന് കിടക്കുന്നത്. അപ്പം ഇതിനി നാളെ ഒരു എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വാലറ്റിൽ നിന്ന് ഇതെടുത്തിട്ട് നമുക്ക് സെല്ല് ചെയ്യാം, കൂടുതൽ നമുക്ക് ഈ പറഞ്ഞ കോയിൻ വാങ്ങാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ടോൺ എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. നമുക്കറിയാം ക്രിപ്റ്റോയുടെ ലോകത്ത് ഒരു തരത്തിലുള്ള റെഗുലേഷനോ കാര്യങ്ങളോ ഇല്ല. ഇപ്പം നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന കറൻസി ഇപ്പോൾ ഇന്ത്യൻ റുപ്പി ആണെങ്കിലും US$ ആണെങ്കിലും ഇങ്ങനെ ഈ ലോകത്ത് ആളുകൾ വിനിമയത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഏതൊരു കറൻസിയെയും നിയന്ത്രിക്കാൻ ആ രാജ്യത്തെ റിസർവ് ബാങ്കുകൾ അല്ലെങ്കിൽ US$ കേസിലാണെങ്കിൽ അവിടുത്തെ ഫെഡറൽ റിസർവ് ഇങ്ങനെയുള്ള ഓരോ രാജ്യത്ത് അവരുടേതായിട്ടുള്ള ഒരു ബാങ്ക് കാണും. സോ ഈ ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഈ ഒരു സിസ്റ്റത്തിൻ്റെ കീഴിലായിരിക്കും ഓരോ രാജ്യത്തെയും കറൻസി വരുന്നത്. അവിടെ ഒരു റെഗുലേറ്റിംഗ് അതോറിറ്റി ഉണ്ടാവും. പക്ഷേ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു റെഗുലേറ്റിംഗ് അതോറിറ്റി ഇല്ല. ഇത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതിന് മേലെ ആർക്കും ഒരു തരത്തിലുള്ള കൺട്രോളും ഇല്ല. പലതരത്തിലുള്ള ഫേമസ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസീസ് അറിയാം. ഫോർ എക്സാമ്പിൾ ബിറ്റ്കോയിന്, അതേപോലെ തന്നെ USDT, അതേപോലെ തന്നെ എതീറിയം.
സോ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ക്രിപ്റ്റോ കറൻസികളെ നമുക്കറിയാം. ഓൾറെഡി ഇവരൊക്കെ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസികളാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു ലോകത്തേക്ക് വളരെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഹാംസ്റ്റർ കോയിൻ. നമ്മൾ ഈ ബിറ്റ് കോയിൻ്റെ ഒരു കാലഘട്ടത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 2016-15 ആ ടൈമാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് വർഷം അറിയത്തില്ല. ആക്ച്വലി ആ സമയത്ത് ബിറ്റ് കോയിൻ്റെ വില എന്ന് പറയുന്നത് തീരെ ചെറിയൊരു സംഖ്യയായിരുന്നു. ആ സമയത്ത് ബിറ്റ് കോയിൻ വാങ്ങി വെച്ചിരുന്നെങ്കിൽ ഇന്ന് അതൊരു ബിറ്റ് കോയിൻ വാങ്ങണമെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലേക്ക് ഒരു ബിറ്റ് കോയിൻ്റെ വില മാറി. അപ്പോൾ ഇത്രയും ഒരു ഗെയിൻ ആളുകൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആളുകൾ ഈ ക്രിപ്റ്റോ കറൻസി ലോകത്തേക്ക് വരുന്നത്. പെട്ടെന്നായിരിക്കും ക്രിപ്റ്റോ കറൻസിയുടെ വളർച്ചയും തളർച്ചയും. ഇപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ചെറുതായിട്ട് ക്രിപ്റ്റോ കറൻസിയിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ഏകദേശം നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അതിനേക്കാളും വോളറ്റൈലാണ് നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ ലോകം. നമുക്ക് ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ വില വല്ലാതെ മാറുന്നതായിരിക്കും. അപ്പോൾ ഇത് ഇത്രയും ഫേമസ് ആകാൻ കാരണം തന്നെ NOT, അതായത് നോട്ട് കോയിൻ എന്ന് പറയുന്ന മറ്റൊരു കോയിൻ ഇതിന് മുമ്പ് കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്തു എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത്. ആക്ച്വലി ഇതേപോലെ തന്നെ ഒരു ഗെയിം കളിച്ചൊക്കെ നമുക്ക് അന്ന് ഈ കോയിൻ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാമായിരുന്നു. അങ്ങനെ ജനറേറ്റ് ചെയ്ത ആളുകൾക്ക് കുറച്ച് പണം അതിൽ നിന്ന് സമ്പാദിക്കാനും പറ്റി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് വന്നപ്പോൾ ആളുകൾ ഇതിനകത്തേക്ക് ഇത്രയും തള്ളിക്കയറുന്നത്. ഇപ്പോൾ പക്ഷേ എല്ലാവരും ചെയ്യുന്നൊരു മണ്ടത്തരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു കോയിൻ ഇപ്പോൾ നമ്മൾ ക്രിപ്റ്റോ കറൻസി ലോകത്ത് നമ്മളൊരു പർട്ടിക്കുലർ കറൻസി ജെനുവിനാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ്, ഇതിനെ നമ്മൾ പ്രോജക്റ്റ്സ് എന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ ഒരു ബ്ലോക്ക് ചെയിൻ മെത്തേഡ് വർക്ക് ചെയ്യുന്ന ഈ ഒരു പ്രോജക്റ്റിനകത്ത് എത്രത്തോളം അതിന് റിയൽ ലൈഫ് സിനാരിയോ ആയിട്ട് ബന്ധമുണ്ട്, അത് ഫ്യൂച്ചർ കയറി വരുമോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് വൈറ്റ് പേപ്പർ. ഈ വൈറ്റ് പേപ്പറിനകത്ത് ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഒരു പർട്ടിക്കുലർ ക്രിപ്റ്റോ കറൻസിക്ക് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഈ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കാതെ നമ്മൾ കാണുന്ന ഏതെങ്കിലും കോയിനകത്ത് കൊണ്ടുപോയി പൈസ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈസ നഷ്ടപ്പെടുത്തുകയുള്ളൂ. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ക്രിപ്റ്റോ കറൻസി ലോകം എന്ന് പറയുന്നത് വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് 100 രൂപയുള്ളൊരു കോയിൻ നാളെ ചിലപ്പോൾ 10 രൂപയോ ചിലപ്പോൾ 0 വരെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു പ്രോജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോജക്റ്റിൽ ഇങ്ങനെ ഗെയിം കളിച്ച് കിട്ടുന്നത് നമുക്ക് ഫിനാൻഷ്യലി ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മുടെ സമയം പാഴാക്കി നമ്മൾ ഇത്ര ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ പ്രോജക്റ്റിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ആ പ്രോജക്റ്റിന് റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു സിനാരിയോ വരുമെന്ന് വിചാരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സ്കോപ്പ് നമ്മൾ ഈ വൈറ്റ് പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ മാത്രം അതിനുവേണ്ടി നമ്മൾ മെനക്കെടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഈ വൈറ്റ് പേപ്പറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഹാംസ്റ്റർ കോയിനിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പർ ആക്ച്വലി ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് ഒരിടത്തും കണ്ടില്ല. അതേപോലെ ഇവരുടെ ഒരു മൈൽ സ്റ്റോൺ എടുത്ത് നോക്കിയ സമയത്ത് മൈൽ സ്റ്റോൺ ആക്ച്വലി നമുക്ക് അടുത്ത ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ എന്തോ അതിനകത്തുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും അതിനകത്തൊന്നും നമുക്കൊരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചറിനെ കുറിച്ച് ഇവർ ഒരിടത്തും പറഞ്ഞിട്ടില്ല. പിന്നെ നാളെ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഒരു ലോകമല്ല നാളെ ഈ ഭൂമിയിൽ നിന്ന് നമുക്കെല്ലാവർക്കും ഒരു 90 കാലഘട്ടം അല്ലെങ്കിൽ ഒരു 80 കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന, അല്ലെങ്കിൽ അതിന് മുമ്പ് ജനിച്ചു വളർന്ന ഒരാളെ സംബന്ധിച്ച് അവർക്കൊരിക്കലും ഈവൻ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യമാണ് ഇന്ന് ഈ 2024 സംഭവിക്കുന്നത്. ഒരു ടെലിഫോൺ അല്ലെങ്കിൽ ഒരു നോർമൽ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ലാൻഡ് ഫോൺ യൂസ് ചെയ്ത് ഫോൺ വിളിക്കുന്നത് പോലും അവരെക്കുറിച്ച് അവർക്ക് പലപ്പോഴും ചിന്തിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത, അവരുടെ ചിന്താശേഷിക്കും അപ്പുറമായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ പോലും ടെലിഫോൺ ടെക്നോളജി. അത് കഴിഞ്ഞ് അത് വളർന്ന് ഇന്നൊരാളുടെ വിരൽത്തുമ്പിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ, നമ്മൾ ഒരു കമ്പ്യൂട്ടറിന് ചെയ്യാവുന്ന ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ രൂപത്തിലെത്തി. അതേപോലെ തന്നെയാണ് നാളെ നമുക്ക് പറയാൻ പറ്റുന്നില്ല, നാളെ മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മറ്റൊരു ഗ്രഹത്തിലേക്ക് കുടിയേറി പോകുമെന്നോ അല്ലെങ്കിൽ പോകത്തില്ല എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റുന്നില്ല. നാളെ ചൊവ്വയിലേക്കോ മറ്റേതെങ്കിലും ഗ്രഹങ്ങളിലേക്കൊക്കെ മനുഷ്യൻ പോയേക്കാം. അങ്ങനെ ഒരു കാലഘട്ടത്തുള്ള മനുഷ്യരുടെ ചിന്താരീതി ചിലപ്പോൾ ഇങ്ങനെ ആവണമെന്നില്ല. ഇന്ന് നമ്മുടെ നേരെ കൺമുന്നിൽ കാണുന്ന ഒരു കാര്യത്തിന് വേറൊരു അർത്ഥമുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയത്തില്ല. അങ്ങനെയുള്ള ഒരു കാലത്ത് ചിലപ്പോൾ ഈ കോയിൻസിനൊക്കെ വില വരാം, വില വരാതിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ കറൻറ്റ് കേസിൽ നമ്മളിതിന് വൈറ്റ് പേപ്പർ കണ്ടില്ല, ഇതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഫ്യൂച്ചർ പ്ലാൻസ് ഒന്നും അവർ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. മേ ബി ചിലപ്പം വരാം, ഞാൻ ഒരിക്കലും ഇതിനെ മോശമെന്ന് പറയുന്നില്ല. പക്ഷേ നാളെ ചിലപ്പോൾ ഇതിന് ആക്ച്വലി എന്തെങ്കിലും ഒരു യൂസ് വരാനും ചാൻസസ് ഉണ്ട്, നമുക്ക് പറയാൻ പറ്റത്തില്ല. നാളെ എന്തെങ്കിലും ഇത് വെച്ച് വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വരികയോ, അല്ലെങ്കിൽ ഈ ഹാംസ്റ്റർ കോമ്പാക്റ്റ് യൂസ് ചെയ്ത് നമുക്കൊരു ഗെയിം കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമോ. അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ലോകത്തുള്ള അല്ലെങ്കിൽ വിർച്വൽ ഗെയിം ലോകങ്ങളിലൊക്കെ വിർച്വലി ഉള്ള ഗെയിമിംഗ് കൺസെപ്റ്റിലൊക്കെ ഇങ്ങനത്തെ കോയിൻസ്, ഇതേപോലെ ഈ ഹാംസ്റ്റർ കോയിൻ പോലെ തന്നെ പലതരത്തിലുള്ള മെയിം കോയിൻസ് ഇനിയും അവൈലബിളാണ്. അങ്ങനെയുള്ള കോയിൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോം വരുമല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോയിൻസിന് വില കൂടും. അങ്ങനെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ അന്ന് ഈ കോയിൻസ് ഉള്ള ആൾ അതിസമ്പന്നനായിട്ട് മാറും. അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഇന്നത്തെ ഈ നിലയിൽ നമുക്കൊരിക്കലും ഇതൊരു ജെനുവിൻ അല്ല എന്നൊരിക്കലും പറയുന്നില്ല. ഇതിനൊരു വലിയ സ്കോപ്പ് ഉള്ളതായിട്ട് നമുക്ക് ഒരിക്കലും
പറയാൻ പറ്റത്തില്ല. പേയ്മെൻറ്റ് ഇൻവോൾവ്മെൻ്റ് ഉള്ള അല്ലെങ്കിൽ പൈസ ഇൻവോൾവ് ആയിട്ടുള്ള ഫിനാൻഷ്യലി ഇൻവോൾവ്മെൻ്റ് ഉള്ള ഗെയിംസൊക്കെ നാളെ ഡെവലപ്പായി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ പറഞ്ഞ പർട്ടിക്കുലർ ഈ മെം കോയിൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്രിപ്റ്റോ കറൻസിക്കൊക്കെ പോസിബിലിറ്റി ഉണ്ടാവാം. അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ലാഭം ഉണ്ടാകും. പക്ഷേ ഒരിക്കലും ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമ്മൾ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് നമ്മൾ ഒരിക്കലും ഒരു സജഷനായിട്ടോ ഒന്നും കൂട്ടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് ഈ കിട്ടുന്ന ലാഭം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ ചെറിയൊരു പാർട്ട് മാത്രമാണ്. മജോറിറ്റി ഒരു 99.9% നഷ്ടം സംഭവിക്കാൻ പോകുന്ന ഒരുതരം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇങ്ങനത്തെ മെം കോയിൻസിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കളയുന്ന പൈസ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന പൈസ. ഇനിയാണെങ്കിൽ നമുക്ക് നോക്കിക്കഴിയാൻ അറിയാം, ഇപ്പം എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഏതൊരു ക്രിപ്റ്റോ കറൻസി എടുത്ത് നോക്കിയാലും, ഫോർ എക്സാമ്പിൾ ബിറ്റ്കോയിൻ ആവട്ടെ, USDT ആയിക്കോട്ടെ, അല്ലെങ്കിൽ എതീറിയം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ഏതൊരു കോയിൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും ഉള്ളത്. ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ ലോഗോ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കോയിനാണ് ബിറ്റ്കോയിൻ വില കൂടാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലൈ ആണെന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. ഏകദേശം 21 മില്യണാണ് ബിറ്റ്കോയിൻ്റെ എണ്ണം. ഇതിന് മുകളിലേക്ക് ഒരു ബിറ്റ്കോയിൻ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനോ മൈൻ ചെയ്തെടുക്കാനോ ഉള്ള ഓപ്ഷൻസ് അവൈലബിൾ അല്ല. ആ ഒരു സെറ്റ് ഓഫ് കോയിൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ കോയിൻസ് വെച്ചിട്ടാണ് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ എതീറിയം ആവട്ടെ, USDT ആവട്ടെ, ഇങ്ങനെയുള്ള ഏതൊരു കോയിൻ ആണെങ്കിലും അതിനവിടെ ഒരു വാല്യുവേഷൻ വരാൻ കാരണം അതിൻ്റെ ലിമിറ്റഡ് നമ്പർ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഹാംസ്റ്റർ കോയിൻ്റെ കേസിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കോയിൻ്റെ ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ആർക്കും ഗെയിം കളിച്ച് എത്രത്തോളം വേണമെങ്കിലും കോയിൻ നമുക്ക് കിട്ടുമെന്നുള്ള ഒരു രീതിയിലേക്കാണ്. ഇപ്പം നമുക്ക് ഈ നെറ്റ്വർക്കിൽ ഏകദേശം 60 മില്യൺ യൂസേഴ്സ് ഉണ്ട്. 60 മില്യൺ യൂസേഴ്സിനകത്ത് ആക്റ്റീവായിട്ട് 10 മില്യൺ യൂസേഴ്സ് ഇത് ഗെയിം കളിച്ച് ജനറേറ്റ് ആക്കുന്ന കോയിൻസിൻ്റെ എണ്ണം പോലും വളരെ വലുതായിരിക്കും. അപ്പോൾ ഇത്രയും വലിയൊരു സ്പേസിൽ ഇത്രയും കോയിൻസ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ നാളെ ഇത് വാങ്ങാൻ ആളുണ്ടോ എന്ന്. ഇപ്പം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിലും ഇങ്ങനെയുള്ള ഏത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണെങ്കിലും ഒരിടത്ത് ഒരു വാങ്ങാൻ ഒരു ബയറും അതേപോലെ തന്നെ വിൽക്കാൻ ഒരു സെല്ലറും ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ വില അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അതേ കാര്യം നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസിയുടെ ലോകത്തുമുണ്ട്. ഇത് വാങ്ങാൻ ഒരാൾ വേണം, വിൽക്കാൻ ഒരാൾ വേണം. ഇപ്പോൾ ഇത്രയും ആളുകൾ ഇതിങ്ങനെ ക്രിപ്റ്റോ കറൻസി ഇങ്ങനെ മൈൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഹാംസ്റ്റർ കോയിൻ അല്ലെങ്കിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് കോയിൻ ഇങ്ങനെ മൈൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈ കോയിൻസ് വിൽക്കാൻ ചെല്ലുമ്പോൾ ആളില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു വില കൂടുമോ? ഇത് വില കൂടാതെ ഇത് വാല്യൂ ഒന്നും ഇല്ലാതെ ഒരു മൂലയ്ക്ക് മാർക്കറ്റിൻ്റെ ഒരു മൂലയ്ക്ക് കിടക്കും. സോ മോസ്റ്റ് പ്രോബബ്ലി അത് തന്നെയാണ് ഇതിന് സംഭവിക്കാൻ പോകുന്നത്. ഇനി അതല്ല, രണ്ടാമതൊരു കാര്യം, ഇത് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് പർപ്പസ്ഫുള്ളി ഇതിൻ്റെ വില കൂട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് യൂസേഴ്സ് വളരെ വലിയ വില കൊടുത്ത് ഈ കോയിൻസ് വാങ്ങാൻ ശ്രമിക്കും. ഇത് വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഇതിൻ്റെ വില കുതിച്ചുയരും. അങ്ങനെ കുതിച്ചുയരുന്ന സമയത്ത് കുറച്ച് ആളുകൾ അവരുടെ കയ്യിലുള്ള കോയിൻസ് വിറ്റൊഴിവാക്കും. അങ്ങനെ വരുന്ന സാഹചര്യം അവർക്ക് ചെറിയ ലാഭങ്ങൾ ചിലപ്പം കിട്ടാം, ചിലപ്പം കിട്ടാതിരിക്കാം. ഒരിക്കലും ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻ അല്ല. ഈ വീഡിയോ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻ അല്ല എന്ന് ഞാൻ വീണ്ടും പറഞ്ഞോട്ടെ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കേട്ടിട്ട് പോയി ആരും ഒരു ക്രിപ്റ്റോ കറൻസിയിലോ സ്റ്റോക്ക് മാർക്കറ്റിലോ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമിലോ ഇൻവെസ്റ്റ് ചെയ്യരുത്. വേണ്ട രീതിയിൽ നിങ്ങൾ പഠിച്ച് അനലൈസ് ചെയ്ത് നിങ്ങൾ അതിന് കേപ്പബിൾ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഇതിന് ചെയ്യാവുള്ളൂ. നിങ്ങളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ പാർട്ണറിനെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ റെപ്രസെൻറ്റേറ്റീവിനെ നിങ്ങൾ സമീപിച്ചിട്ട് അവരുടെ സഹായത്തോടെ മാത്രമേ ചെയ്യാവുള്ളൂ. ഞാനൊരു ലൈസൻസ്ഡ് ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും എൻ്റെ അഡ്വൈസ് കേട്ടിട്ട് പോയി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയത്ത് ഇതിനകത്ത് ആളുകൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു വിലക്കയറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ആ സമയത്ത് ചിലപ്പോൾ ഇച്ചിരി ലിസ്റ്റിംഗ് ഗെയിൻ ചിലപ്പോൾ കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ IPO ഒക്കെ പല കമ്പനിയുടെ ലിസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ലിസ്റ്റിംഗ് ഗെയിനിന് വേണ്ടി ആളുകൾ IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ. അപ്പം അത് കഴിഞ്ഞ് പെട്ടെന്ന് അവർ പർപ്പസ്ഫുള്ളി കയറ്റുന്ന വിലക്കയറ്റമാണല്ലോ. അത് കഴിയുമ്പോൾ കുറച്ച് ആളുകൾ ഇത് കാണുമ്പോൾ ഇത് വീണ്ടും ഇതിൻ്റെ വില കൂടുമെന്ന് വിചാരിച്ച് കൂടുതൽ കോയിൻസ് ചിലപ്പം വാങ്ങി വെക്കും. അങ്ങനെ ഒരു കൃത്രിമ വിലക്കയറ്റം ഉണ്ടാക്കിയിട്ട് ഇതിൽ നിന്ന് റിലീവായി പോകും. അല്ലെങ്കിൽ ഈ ഒരു കോയിൻ വിറ്റൊഴിവാക്കിയിട്ട് അവർ ഇതിനകത്തുനിന്ന് മാറും. ഇതിനകത്ത് ഭീമമായ തുക ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ പൈസ നഷ്ടപ്പെടും. പിന്നെ ഈ ഗെയിം കളിച്ച് ഇതിനകത്ത് കോയിൻ മേടിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് പ്രത്യേകിച്ച് ഫിനാൻഷ്യലി ഇൻവോൾവ്മെൻ്റ് ഒന്നും ഇല്ല. അവർ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് എടുക്കുന്ന കോയിൻസേ ഉള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് അതിനകത്തുനിന്ന് വിലയൊന്നും കിട്ടാതെ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് ഒരു ലാഭമൊന്നും ഉണ്ടാവാതെ അവരുടെ അത്രയും ടൈം മാത്രം നഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ കുറേ സമയം നഷ്ടപ്പെട്ടുകൊണ്ട് അവർ ഈ ഗെയിമിനകത്തുനിന്ന് ഉപേക്ഷിച്ച് അതിൽ നിന്ന് മാറും. ഇതായിരിക്കാം മോസ്റ്റ് പ്രോബബിളി ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. ഇനി മറിച്ചും ആവാം. നമുക്കൊരിക്കലും ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാനൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അത് പറയാൻ പറ്റത്തില്ല. ഇനിയിപ്പം നിങ്ങളൊരു ക്രിപ്റ്റോ കറൻസി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ ലിമിറ്റഡ് നമ്പർ ഓഫ് സപ്ലൈ ആണോ നോക്കുക. അതേപോലെ തന്നെ അതിൻ്റെ വൈറ്റ് പേപ്പർ നോക്കി ആ ഒരു പ്രോജക്റ്റിന് എന്തെങ്കിലും ഫ്യൂച്ചർ സ്കോപ്പ് ഉള്ളതാണോ, അവർക്ക് അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വേണ്ടത്ര കാഴ്ചപ്പാടുള്ളവരാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കി നമുക്ക് തന്നെ അത് എന്തെങ്കിലും ഒരു ഫീസിബിലിറ്റി ഉണ്ടോ എന്ന് തോന്നിയാൽ മാത്രമേ അതിനകത്തേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ, ഇപ്പം നമ്മൾ 60 മില്യൺ യൂസേഴ്സ് ഉണ്ട്. 60 മില്യൺ യൂസേഴ്സും കുറേ കോയിൻസ് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ഓരോ കോയിനും അറ്റ്ലീസ്റ്റ് $1 വെച്ച് കൊടുക്കണമെങ്കിൽ പോലും
ഇത്ര മില്യൺ ഡോളർ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇത്രയും യൂസേഴ്സിന് ഈ കോയിൻസിന് ഇത്രയും $1 എങ്കിലും കൊടുക്കാൻ പറ്റുന്നത്. പോട്ടെ, നമുക്കൊരു 50 സെൻസ് ആണെങ്കിലും നമുക്ക് കിട്ടുമോ? ഇല്ല. ഇത് ഇത്രയും ഭീമമായ ഒരു തുക, ഈ എമൗണ്ട് എവിടുന്ന് വരും? അതാണ് മറ്റൊരു കാര്യം. ഇത് വാങ്ങാൻ ആളില്ലെങ്കിൽ ഇങ്ങനെ എവിടുന്ന് എമൗണ്ട് വരും? ഇത് എവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് പൈസ കൊടുക്കും? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചിട്ട് മാത്രം ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനു വേണ്ടി നമ്മൾ സമയം ചിലവാക്കുക. ഇപ്പം പല ആളുകളും ചിന്തിക്കും, ഞാൻ ഇതിനകത്ത് ഫിനാൻഷ്യലി ഇൻവോൾവ് അല്ല, എനിക്ക് സമയം കിട്ടുമ്പോൾ കുറച്ചിങ്ങനെ ടാപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്നതല്ലേ എന്നുള്ളത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, നമ്മുടെ സമയമാണ് പണത്തേക്കാളും വിലയേറിയ ഒരു കാര്യം എന്നുള്ളതാണ്. അതായത് നമുക്ക് നാളെ പണമുണ്ടെങ്കിലും സമയമില്ലെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ? ഇല്ല. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ ഇതിനകത്തേക്ക് ഇൻവോൾവ് ആയിരിക്കുന്ന ആളുകളെ നോക്കി അറിയാം. ഒരു കോളേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെയാണ് ഇതിനകത്തേക്ക് ഇൻവോൾവ്മെൻ്റ് ഉള്ളത്. വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ സമയമാണ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് ഇതിനു വേണ്ടി കളയുന്നത്. നാളെ നമുക്ക് അതേസമയം നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം ഒഴിവ് സമയത്തൊക്കെ വന്നിരുന്നത് ടാപ്പ് ചെയ്ത് ചുമ്മാ ഒരു ഗെയിം കളിക്കുന്ന ലാഘവത്തിൽ ഇതിനു വേണ്ടി സമയം സ്പെൻഡ് ചെയ്യുന്നവരൊന്നും നമുക്ക് ഒരിക്കലും ഇതിനകത്ത് കുറ്റം പറയത്തില്ല. ഇപ്പോൾ നമ്മൾ പല ഗെയിം കളിക്കാൻ, നമുക്ക് സിനിമയ്ക്ക് പോകാൻ, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിനൊക്കെ വേണ്ടി നമ്മൾ സമയം ചിലവാക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മാറ്റി വെക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. പക്ഷേ അതേസമയം വേണ്ടി തന്നെ സമയം ചിലവാക്കി കുറേ പേര് ആ ഒരു ടൈം ഇൻ്റർവെല്ലിലാണ് നമുക്ക് ഇതിനകത്ത് കുറേ ടാപ്പ് ഓപ്ഷൻസ് അവൈലബിൾ ആവുന്നത്. അതേപോലെ തന്നെ ചില കോഡുകൾ, ചില ടാസ്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോയിൻസിന് വേണ്ടി നമ്മുടെ വിലയേറിയ സമയം പാഴാക്കി ഇതിനകത്ത് ഇരിക്കുമ്പം അത് എത്രത്തോളം നമുക്ക് വർത്താവും എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇൻവോൾവ്മെൻറ്റ് പോലെ തന്നെയാണ് നമ്മുടെ വിലയേറിയ സമയം നഷ്ടപ്പെടുത്തുന്നത്. സോ അത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. അപ്പം നമുക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള മെം കോയിൻസൊക്കെ വാങ്ങിക്കൊണ്ട് കോടീശ്വരനാകാമെന്നും, നാളെ വലിയ ബംഗ്ലാവോ അല്ലെങ്കിൽ വലിയൊരു വീട് വെക്കാമെന്നോ, അല്ലെങ്കിൽ വലിയൊരു കാറ് വാങ്ങാമെന്നോ ഒന്നും നിങ്ങൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സമ്പന്നനായി മാറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, വെൽത്തി ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ആദ്യത്തെ കാര്യമാണ് കൺസിസ്റ്റൻസി. നമ്മൾ എന്താണ് നമ്മുടെ സ്കില്ലെന്ന് മനസ്സിലാക്കുകയും നമ്മുടെ പാഷനും പ്രൊഫഷനും നമ്മൾ എന്തിലാണ് നിൽക്കേണ്ടതെന്ന് നമ്മൾ ആദ്യമേ ഒന്നിരുന്ന് ചിന്തിക്കുക, അത് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കിയ ശേഷം അതിനുവേണ്ടി കൺസിസ്റ്റൻ്റായിട്ട് എല്ലാ ദിവസവും പണിയെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം നമുക്ക് സെയിൽസിലാണ് നമുക്ക് സ്കില്ലുള്ളതെങ്കിൽ ആ സെയിൽസ് മേഖലയിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇനി ടെക് മേഖലയിലാണ് നിങ്ങൾക്ക് കഴിവുള്ളതെങ്കിൽ ആ മേഖലയിൽ നിങ്ങൾ ശോഭിക്കാൻ വേണ്ടിയുള്ള എന്നും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ മേഖലയിൽ എല്ലാ ദിവസവും എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. കൂടുതൽ അഡ്വാൻസ്ഡ് ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ കുറച്ച് കാലങ്ങൾ കഴിയുമ്പം വളരെ ഒരു ഉയർന്ന പൊസിഷനിൽ അവർ എത്തിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള മെം കോയിൻസ് വാങ്ങിക്കൊണ്ട് കോടീശ്വരനാകാമെന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് വീണ്ടും നമ്മൾ ആലോചിച്ച് നോക്കണം. ആലോചിച്ച് നോക്കിയ ശേഷം മാത്രം ഇതിനു വേണ്ടിയൊക്കെ സമയം സ്പെൻഡ് ചെയ്യുക. പിന്നെ ഇതൊക്കെ നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഗെയിം കളിച്ച് മെം കോയിൻസ് ഉണ്ടാക്കി നിങ്ങൾക്ക് നാളെ പണക്കാരനാകാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ അതിനകത്ത് കുറ്റം പറയാം. ഓരോരുത്തരുടെയും ഇത് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാകുന്നിടം വരെ നമുക്കതിനെതിരെ നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇത് നിയമവിരുദ്ധമാകുന്ന ഒരു സമയത്ത്, ഇല്ലേ ഇന്ത്യയിലെ നിയമം അനുസരിച്ചോ ഏതെങ്കിലും ഒരു രാജ്യത്തെ നിയമം അനുസരിച്ചോ ആ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ അത് നിയമത്തിനെതിരാണ് എന്ന് പറയുന്ന നിമിഷം നമ്മളത് ഉപേക്ഷിക്കാൻ നിർബന്ധിതരാകും, അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യണം, നമ്മുടെ കടമയാണ്. അതല്ല, നമ്മളിത് നിയമവിരുദ്ധമല്ല, നിങ്ങൾക്കിത് ചെയ്യാമെന്നുള്ള രീതിയിലുള്ളൊരു കാര്യമാണെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെതിരെ നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അതിന് സമയമുണ്ട്, നിങ്ങൾ അതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, മേ ബി അത് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഫസ്റ്റ് കാര്യം കൺസിസ്റ്റൻസിയാണ്. നിങ്ങൾ നിൽക്കുന്ന മേഖലയിൽ ഓരോ ദിവസവും പുതിയ വരുന്ന അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു മനസ്സാണ്. അത് പഠിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്, അത് പഠിക്കലാണ് നിങ്ങൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യലാണ്. നിങ്ങൾ സമ്പന്നനാവാൻ അല്ലെങ്കിൽ ഒരു വെൽത്തി ആയിട്ടുള്ളൊരു മനുഷ്യനാവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയായിരുന്നു ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് ആളുകളെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ റീതിങ്ക് ചെയ്യും. അപ്പോൾ ഈ റീതിങ്ക് ചെയ്യുന്നതിനകത്ത് നിന്ന് കുറച്ച് പേര് പ്രൊഡക്റ്റീവായിട്ട് മാറിക്കഴിഞ്ഞാൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ അവരുടെ ജോലി മേഖലയിൽ അവർ കൂടുതൽ അഡ്വാൻസ്ഡ് ആവാൻ വേണ്ടി അവർക്ക് സാധിക്കാനോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡെഫിനറ്റ്ലി അവർക്ക് അവരുടെ ഫ്യൂച്ചറിനും എല്ലാം അവർക്ക് ഹെൽപ്ഫുൾ ആവും. സോ അങ്ങനെയുള്ളൊരു വെളിച്ചം വീശാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടുന്നവരെ ടേക്ക് കെയർ, ബൈ.